അമ്മയുടെ അറിവുകളിലേക്ക് വീണ്ടും സ്വാഗതം. ഡേ 3 ഇൻ കാനഡ. വി ആർ ഇൻ ദ ചർച്ച് സൺഡേ മോർണിംഗ്. ബസിലിക്ക ചർച്ചിൽ വന്നതാണ് കുർബാനയ്ക്ക്. നൈസ് ചർച്ച്. വലിയൊരു ചർച്ചായിട്ടാണ്. ബ്യൂട്ടിഫുൾ ചർച്ചായിട്ടാണ്. ബസിലിക്ക ചർച്ചാണ് ഇവിടുത്തെ ഗോൾഫ് ഏരിയയിൽ. ഇഷ്ടംപോലെ ആളുകളും പള്ളി ഓൾമോസ്റ്റ് ഫുള്ളായിട്ട് ആളുകളുണ്ട്. ഓൾ ഡിഫറെൻറ്റ് നാഷണാലിറ്റീസ് ദർ. മാതാവിൻ്റെ നാമത്തിലുള്ള ചർച്ചാണ്. ചുറ്റും നല്ല കാലാവസ്ഥ ബെറ്ററായി വരുന്നു, പക്ഷേ സ്റ്റിൽ തണുപ്പുണ്ട്. ഇതാണ് ഈ പള്ളിയുടെ ബ്ലൂ പ്രിൻ്റ്. നല്ല 1827 പണിതൊരു പള്ളിയാണത്. മാതാവിൻ്റെ നാമധേയത്തിൽ ബസിലിക്ക ഓഫ് അവർ ലേഡി ഇമ്മാക്കുലേറ്റ് പാരിഷ്. അമ്മയുടെ അറിവുകളിലേക്ക് വീണ്ടും സ്വാഗതം. കാനഡ ടു ടൊറോണ്ടോ ഡൗൺ ടൗൺ. 3ാമത്തെ ദിവസം ടൂർ തുടങ്ങിയിരിക്കുന്നു. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഇവിടുത്തെ ഒരു അക്വേറിയത്തിൻ്റെ അടുത്താണ്. അതിൻ്റെ അപ്പുറത്ത് പൊക്കമുള്ളൊരു സാധനം കണ്ടോ, അതാണ് CN ടവർ. അത് റെസ്റ്റോറൻ്റാണ് മുകളിൽ കാണുന്നത്. അവിടെ പോയാൽ നമുക്ക് ഈ സിറ്റി മൊത്തം കാണാൻ പറ്റും. ഇതാണ് ഇവിടുത്തെ സിറ്റി, ടൊറാൻഡോയിലെ സിറ്റി. ഇങ്ങനെ എല്ലാ പ്രൊവിൻസിനും ഇങ്ങനെ സിറ്റി ഉണ്ട് കേട്ടോ. CN ടവർ. ഇവിടുത്തെ അക്വേറിയത്തിന് വന്നിരിക്കുന്നതാണ് കേട്ടോ. ടിക്കറ്റ് നല്ല പ്രൈസാണ്. നമ്മുടെ ബ്ലൂ പ്ലാനറ്റ് പോലെയൊക്കെയാണ്, അതിലും വലുതായിട്ട് എനിക്ക് തോന്നുന്നത്. പുറത്ത് നോക്കിയാണ് കാണാൻ പറ്റും. കാണാനുണ്ട്, പക്ഷേ ഞാൻ കയറുന്നതൊന്നും തീരുമാനിച്ചില്ല. ഇങ്ങനെയുണ്ട്. 5 മണി കഴിഞ്ഞാൽ $5 കൊടുക്കണം. ഇതൊക്കെയാണ് നമ്മൾ അതിൻ്റെ അകത്ത് കാണാൻ. ഇച്ചിരി ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ കാണാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. അതിൽ ടച്ച് ചെയ്യാനൊക്കെ പറ്റും. UK ഇങ്ങനെ വരുന്നുണ്ട് ബ്ലൂ പ്ലാനറ്റ് അക്വേറിയം. അത് കൊള്ളാം.
ചെറിയ അക്വേറിയംസ് ഇവിടെ എല്ലാം വെച്ചിട്ടുണ്ട്. ഇവിടെ ക്യാൻ സീ ദാറ്റ് വലിയ തിരക്കൊന്നുമില്ല. ഒരുവിധം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അവിടുത്തെ ഇങ്ങനെ ഇഷ്ടം പോലെ ഫിഷാണ്. അവിടെ കുറെ കൂടുതൽ ഫിഷുണ്ട്. പിന്നെ ആശ്രയിച്ചാൽ എല്ലാവർക്കും ഇത് വലിയൊരു ജോയാണ്. ജോ ഓഫ് ദ ബിഗ് ഷാർക്കാണ്. ഒരു വലിയ ജോയാണ്. റിയൽ വണ്ണാട്ടോ. ഇതിനൊരു ബാക്കിയുള്ള സൗകര്യമുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാം മൊത്തം 4 വശം സിറ്റി കാണാൻ സാധിക്കും കേട്ടോ. എന്നിട്ട് ഓരോ കാര്യങ്ങൾ വരുമ്പോൾ അങ്ങോട്ട് തിരിഞ്ഞു പോകാൻ വലിയ തണുപ്പോ മഴയില്ലാതെ ഇങ്ങനെ നടക്കാൻ പറ്റും. ബിഗ്ഗസ്റ്റ് റെയിൽവേ സ്റ്റേഷനാണ് ഇവിടുത്തെ യൂണിയൻ സ്റ്റേഷൻ. കുറേ സ്ഥലങ്ങളിലേക്ക് ഇവിടെ നിന്നാണ് ട്രെയിൻ പോകുന്നത്. ഇത് ഇവിടുത്തെ വലിയ റെയിൽവേ സ്റ്റേഷനകത്ത് കൂടെ ഇങ്ങനെ നടക്കാനുള്ള സൗകര്യമാണ്. ടോയ്ലറ്റൊക്കെ ഉണ്ട് ഫ്രീ ആയിട്ട്. തണുപ്പും മഴയും കൊണ്ടാതെ പുറത്ത് സിറ്റിയുടെ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കൊക്കെ നടക്കാൻ പറ്റും. ഇറ്റ്സ് എ ലോങ് വേ ടു വാക്ക്. ഇവിടെ എക്കോസിസ്റ്റം കാണിക്കുന്നതാണ്. വേൾഡ് ബീസ് കണക്റ്റഡ്. ക്ലോക്കോളല്ലേ റെയിൽവേ സ്റ്റേഷൻ ടിക്കറ്റൊക്കെ വാങ്ങുന്ന സ്ഥലം. ഇതാണ് ടൊറാണ്ടോ ഡൗൺ ടൗൺ. ലൈറ്റൊക്കെ തെളിയുമ്പോൾ നല്ല ഭംഗിയാണ്. ബിൽഡിങ്സൊക്കെ നല്ല ആർക്കിടെക്ചർ ബിൽഡിങ്സാണ്. സമയം കണ്ട അതുകൊള്ളാല്ലേ. റെയിൽവേ സ്റ്റേഷൻ എഴുതി വെച്ചേക്കണം യൂണിയൻ സ്റ്റേഷൻ. അതാണ് അതിൻ്റെ ക്ലോക്കിലെ ടൈം കാണിക്കുകയും ചെയ്യും. കൊള്ളാം. ആ പിക്ചർ നോക്ക്. കുറേ ആർക്കിടെക്റ്റൊക്കെ ഉണ്ട് ഇവിടെ. ഇതാണ് CN ടവർ. ഞങ്ങളതിൻ്റെ മുകളിൽ കയറണില്ല. അവിടം വരെ നിൽക്കാൻ പറ്റത്തുള്ളൂ. എല്ലാം നല്ല ബിൽഡിങ്സാണ് ഇവിടെ. ഇറ്റ്സ് ഗുഡ്. സിംഗപ്പൂർ ഇങ്ങനത്തെ കുറേ ബിൽഡിങ്സ് ഉണ്ട്. സിംഗപ്പൂർ നമ്മുടെ ലയൺ ഇരിക്കണു. ആ ആ പൊക്കമുള്ള ബിൽഡിങ് നോക്കും. നന്നായിട്ടുണ്ടല്ലോ. ആക്ച്വലി വെരി ടോൾ ബിൽഡിംഗ് ആണ് കേട്ടോ. ആ ബിൽഡിങ് നോക്കിയാൽ നമ്മൾ നോക്കാൻ ഓർക്കും ലൈറ്റ് തെളിച്ചിരുന്നതാണ്. ആക്ച്വലി മിററാണ് അതിൻ്റെ ഔട്ട് സൈഡ് മൊത്തം. എന്നിട്ട് സൺലൈറ്റ് അതിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നതാണത്.
ആക്ച്വലി നൈസ് വ്യൂ ടു സീ ദിസ്. ആ കളറേ ആയതുകൊണ്ട് പ്രത്യേകിച്ച് അങ്ങനെ ഫീൽ ചെയ്യുമേ. യൂണിയൻ സ്റ്റേഷൻ്റെ എൻട്രൻസ് ആണിത്. ഒരു കാള നിൽക്കുന്നുണ്ട് ഇവിടെ. ടൊറാൻഡോ സെൻറ്റ് ലോറൻസ് മാർക്കറ്റിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. എല്ലാവിധ ഐറ്റംസും ഇവിടെ വാങ്ങാൻ കിട്ടും. ഇതൊരു സൺഡേയിൽ മാത്രമുള്ള മാർക്കറ്റാണ്. സൺഡേ മാർക്കറ്റ്. ഫുഡ്, ഡ്രിങ്ക്, പലതരമുള്ള ഫുഡുകൾ. ഞങ്ങൾ തായ്ലൻഡിൽ പോയപ്പോൾ ഇങ്ങനത്തെ ഒരു വലിയ മാർക്കറ്റിൽ പോയായിരുന്നു. ഹാൻഡ് മെയ്ഡ് ഫുഡ് ഫാമേഴ്സ് വെക്കുന്നതെല്ലാം ചൈനീസിൻ്റെയാണ്. നമുക്കത് ട്രൈ ചെയ്യാം. പലതരം നട്ട്സ് ആണോ അല്ലേ? വാട്ട് ഈസ് ദിസ്? എല്ലാതരം നട്ട്സ് ഇവിടെ ഉണ്ട്. നമുക്ക് ട്രൈ ചെയ്യാം, വാങ്ങാം. ഗാർലിക് ചിപ്സ്, ഗാർലിക് വറുത്ത സാധനം. വലിയ പ്രൈസില്ല കേട്ടോ. പിസ്റ്റാച്ചോ 369 100 ഗ്രാം. അപ്പോൾ അവിടുത്തെ പ്രൈസ് പോലെ. ബ്രെഡ് പലതരം, മീറ്റ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബ്രെഡ് ഉണ്ട് ഇവിടെ. സ്ലൈസ് ചെയ്ത് വാങ്ങിക്കാം നമുക്ക്. നമുക്ക് എന്തെങ്കിലും വാങ്ങിച്ച് കൊണ്ടുപോകാം പോകുന്ന സമയത്തുള്ളൂ. ഇവിടെ മൊത്തം ഫുഡ് മാർക്കറ്റാണ് ഇവിടെ. ഡിഫറെൻറ്റ് ടൈപ്പ് ചീസാണ് ഇവിടെ. പല കൺട്രീസിലെ ചീസുണ്ട് ആക്ച്വലി. നല്ല ഹെവി സ്നോ ആട്ടോ. ഞങ്ങൾ അകത്തോട്ട് കയറി, അകത്തേക്ക് കയറിയപ്പോഴേക്കും സ്നോ വന്നു. പക്ഷെ കാലത്ത് നല്ല കാലാവസ്ഥ ഉണ്ടായി. ഈ കാനഡയിലെ കാലാവസ്ഥ വിശ്വസിക്കാനേ പറ്റത്തില്ല. ഒന്നുമില്ല, പക്ഷെ ഇച്ചിരി കഴിയുമ്പോൾ തണുപ്പ് വരും. ഹെവി സ്നോയും. പണ്ട് പന്ന ഭക്ഷിച്ച പോലെ ഉണ്ടല്ലേ. പെട്ടെന്നാണ് കാലാവസ്ഥ മാറിയത്. രാവിലെ നല്ല കാലാവസ്ഥയായിരുന്നു, നല്ല സ്നോയിങ്ങാണ്. അധികം സമയം നിൽക്കുന്നില്ല, അവിടത്തേക്ക് കയറാണ്. ഇന്നത്തെ ടൂർ ഇവിടെ അവസാനിച്ചു. വീണ്ടും വിശേഷമേ നാളെ കാണാം.